സ്വാഭാവികമായിട്ടും പടങ്ങളുടെ എണ്ണം മലയാള സിനിമയിൽ കുറയുന്നുണ്ട്. കാരണം ഇപ്പോൾ OTT പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ എല്ലാ കാലത്തും ഈ ഒരു 3-4 മാസം ഒരു പിന്നെ ഈ അനിശ്ചിതത്വം ഉണ്ടാകുന്നതാണ്. പക്ഷേ അങ്ങനെ 3-4 മാസത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുകയാണ് ഇത് മാറുമെന്നുള്ളത്. മാറിയേ പറ്റുള്ളൂ. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. കോവിഡും പ്രളയം അതിജീവിച്ചു. മാത്രമല്ല ഇപ്പൊ സിനിമയുടെ ക്വാളിറ്റി നന്നായി പ്രേക്ഷകരും പറയുന്നുണ്ട്. അതെ. പണ്ട് നമ്മള് ക്രിറ്റിസിസം ഇപ്പൊ അംഗീകരിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കി. ഈ വർഷം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 2024 പ്രേക്ഷകരെല്ലാം മലയാള സിനിമ അതുപോലെ അവർ പ്രശംസിച്ചൊരു വർഷം. വിജയിച്ചു പോകുന്നുണ്ട് സിനിമ എന്തായാലും. ഈ പറഞ്ഞ പോലെ ഭരതനാട്യം ഈ തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധ ഇല്ലെങ്കിലും OTT ഇപ്പോൾ ഇത്രയും ഒരു വ്യൂ ഉണ്ടായ ഒരു സിനിമ വേറെ ഉണ്ടായിട്ടുള്ള മില്യൺ വ്യൂസ് ആമസോൺ അവരെ സാക്ഷ്യപ്പെടുത്തി. സൈജുവിന് തന്നെ വേറൊരു സിനിമയുണ്ട്, ഞങ്ങൾ 2 കോടി അടുത്ത് പിന്നെ പേപ്പർ വ്യൂവിൽ റവന്യൂ വന്നു. ഗുണ്ടജൻ ഭയങ്കരമായിട്ട്. അതാണ് ആദ്യം പേപ്പർ വ്യൂ ലാഭകരമായ ഒരു പരിപാടിയാണെന്ന് പ്രൊഡ്യൂസേഴ്സിനെ തോന്നിപ്പിച്ച സിനിമ. ഗുണ്ടജനെ സംബന്ധിച്ച് അത് തിയേറ്ററിൽ അത്യാവശ്യം ഓടിയായിരുന്നു. എന്നാലും ഭരതനാട്യം പക്ഷെ ഒട്ടും ഓടിയില്ല. അതാണ് ഡിഫറൻസ്. ഗുണ്ടജനും നല്ല റവന്യൂ വന്നു ആ കാലത്ത്. ജോൺസൺ പറഞ്ഞ ശരിയാണ്, ഈ പേപ്പർ വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് പലപ്പോഴും ഇത് എന്താണ് നമുക്ക് ബ്രേക്ക് ഇവൻ ആവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരുമല്ലോ, നമുക്ക് അവിടുന്ന് എത്ര റവന്യൂ കിട്ടുന്നതെന്ന്. പക്ഷേ ഗുണ്ടജൻ ആ സമയത്ത് കാണിച്ചു കൊടുത്തു പേപ്പർ വ്യൂ ഓക്കെയാണ്. ബിക്കോസ് എങ്ങും ബിസിനസ് നടക്കുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് റവന്യൂ ക്രിയേറ്റ് ചെയ്യണമല്ലോ, ജനറേറ്റ് ചെയ്യണമല്ലോ. അപ്പം ആ സമയത്ത് അത് വർക്കായതാണ്. അല്ല ഈ പറഞ്ഞ പോലെ ഭരതനാട്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയ ഒരു പടം, പേപ്പർ വ്യൂവിൽ കിട്ടിയ പടം ഇതാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. എല്ലാ ഭാഷ എടുത്ത് നോക്കിയാൽ ഇതാണെന്ന് പറയുന്നുണ്ട്. എല്ലാ ഭാഷയുടെ എനിക്കറിയില്ല, പക്ഷെ മലയാളത്തിൽ അപ്പുറത്തേക്കും എത്തിയിട്ടുണ്ട്. തമിഴിലൊക്കെ പറയുന്നത് നമ്മൾ കുറെ അന്വേഷിച്ചു വന്നപ്പോൾ പറഞ്ഞു. പക്ഷെ അത് കാണുമ്പോൾ ഒരു അഭിമാനം അല്ലേ, നമ്മളെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ വീണ്ടും ഏറ്റെടുക്കുകയാണ്. അതാണ് ഏറ്റവും കുടുംബങ്ങളാണ് കാണുന്നത് കൂടുതലും. കുടുംബ പ്രേക്ഷകർ വീണ്ടും ഏറ്റെടുക്കുകയാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതിലൊരു ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ ഒരു പക്ക ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ കളിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിരിയും കാര്യമൊക്കെ ഉണ്ട്. പേപ്പറൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന പോസ്റ്റർ എനിക്കറിയില്ല, കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, അത് കോമഡിക്ക് വേണ്ടി ചെയ്തതല്ല. അയാളുടെ ഒരു രീതി എങ്ങനെയാണ്, അയാളൊരു ബേസിക്കലി കാർപ്പൻറ്ററിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇലുമിനാറ്റി ബിനീഷ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. പക്ഷെ അയാൾക്ക് കുറെ വൈഡായിട്ടുള്ള കുറെ വിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്നതാണ്. അല്ലാതെ ഇപ്പം ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഉള്ളിലുള്ള കഥാപാത്രങ്ങളെ ചിരിപ്പിക്കാനോ ഒന്നും ചെയ്യുന്നതല്ല. ഈ പറഞ്ഞ പോലെ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ അജുവാണ് എന്നെ ആദ്യമായിട്ട് ഈ കഥയൊന്ന് കേൾക്കാൻ വേണ്ടി പറയുന്നത്. വിനീഷ് എന്നെ വിളിക്കുകയും കഥയും കഥാപാത്രവും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഡേറ്റ്സ് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ വീണ്ടും വിനീഷ് ഒരു പ്രാവശ്യം ഞാൻ ഇല്ലെന്ന് പറഞ്ഞതാണ്, ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീണ്ടും വിനീഷ് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചിട്ട് ചേട്ടാ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ അന്ന് ജാനകി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അനീഷുമായിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞ് എനിക്കത് വിടാൻ താല്പര്യമില്ല, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ ചാർട്ടൊന്ന് പൊളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവരത് എനിക്ക് എൻ്റെ ഫേവറബിളായിട്ട് എനിക്ക് ഇത് ചെയ്തു. അപ്പോൾ അങ്ങനെ എൻ്റെ അത് അഭിനയിച്ചു. ആദ്യമായിട്ട് 4 റൈറ്റേഴ്സ് എഴുതിയൊരു കഥയിൽ ഞാൻ അഭിനയിക്കുകയാണ്. സാധാരണ നമ്മൾ 2 റൈറ്റേഴ്സ് വരെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് 3 അല്ല 4 പേരാണ് ഇതിനകത്ത് റൈറ്റേഴ്സ്. വിനീഷ്, കൈലാഷ്, നമ്മുടെ ആനന്ദ് മന്മഥൻ, പിന്നെ മുരളി. അപ്പോൾ ഇങ്ങനെ 4 പേരാണ്. ഇതിൻ്റെ അകത്ത് ആനന്ദും കൂടെ റൈറ്റിങ്ങിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഒരു പരിപാടി കിട്ടിയത്. അതായത് ആനന്ദിന് അന്താക്ഷരിയുടെ സമയം തൊട്ട് എനിക്ക് പരിചയമുണ്ട്. നല്ലൊരു ഗംഭീര ആക്ടറാണ്, നല്ല ടാലൻ്റാണ്. അപ്പോൾ ആനന്ദിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ബാക്കി വിനീഷിനെ ഇവരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ലൊക്കേഷനിൽ ചെന്നിട്ടാണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. ഈ ടീമിൻ്റെ ഒരുപാട് നല്ല സിനിമകൾ ഇനി വരാനിരിക്കുന്നു. ഒരുപാട് നല്ല ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയൊക്കെ ഇവർ കൊണ്ടുവരും. ആ ടീമിൻ്റെ കൂടെ അവരുടെ ആദ്യത്തെ പടത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം തന്നെയാണ്. ഇനിയും വരുന്ന സിനിമകളിൽ ഞങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു കഥാപാത്രങ്ങളായിട്ട് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ സിനിമകളിലും ചിലപ്പോൾ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ അസോസിയേറ്റ് ചെയ്തോണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സിനിമകളിലും നമ്മൾ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ വെടിവെടിവായിട്ട് ഡയറക്ടറുടെ കാര്യം പറയാം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് ആ കഥാപാത്രം അന്ന് ശംഭു പറഞ്ഞ പോലെ ആ കഥാപാത്രത്തിൻ്റെ പ്രായം, അതിന് സൈജുവിൻ്റെ അല്ലെങ്കിൽ അജുവിൻ്റെ, ജോണിച്ചേട്ടൻ്റെ ഒക്കെ അപ്പിയറൻസ് കറക്റ്റാണോ, അവർക്ക് ചെയ്യാൻ പറ്റുമോ, ഷോൾഡർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പടങ്ങളിൽ നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷ. 10 വർഷത്തേക്ക് എന്തായാലും ഞങ്ങളുടെ ലുക്കൊന്നും മാറാൻ പോകുന്നില്ല. എന്തായാലും രണ്ടാമത്തെ പടം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതിന് മുമ്പൊക്കെ എന്തായാലും ഉണ്ടാവും. അതുപോലെ ആനന്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ ആനന്ദല്ലേ, ഇത് ആനന്ദ് നല്ല നമുക്കൊരു ആത്മവിശ്വാസം നൽകിയ ഒരാളാണ്. ആനന്ദ് പ്രത്യേകിച്ച്
ജയയിൽ ഭയങ്കര ഗംഭീരമായിട്ട് അതെ 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 ഗംഭീരമായിട്ട്. ഇങ്ങനെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്ത് കാണാം. അതെ അതെ അതെ. മുറ സിനിമ തിയേറ്ററിൽ ഓടിക്കുന്നു. മുറയിൽ നല്ലൊരു കഥാപാത്രം അല്ലെ, സുരാജിനോടൊപ്പം തന്നെ നിന്ന് ഒരു കഥാപാത്രം ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. മുറ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. മുറയിൽ നിന്നും ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു സിനിമ ഹിറ്റായി ഓടിക്കൊണ്ട് നമ്മൾ കുറെ കാലമായിട്ട് ഇതിന്റെ പുറകെയാണെങ്കിലും 2 സിനിമ ബാക്ക് ടു ബാക്ക് വരുന്നു. ഇപ്പോൾ ഒരു സിനിമ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് നേരെ പോളർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയുള്ള സന്തോഷം അവിടെ നിൽക്കുമ്പോഴും ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളൊരു സിനിമ എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഒരു 7-8 വർഷം മുമ്പ് ഞാനൊരു വീട് എടുക്കുന്നു. അവിടേക്ക് ഇങ്ങനെ കുറേ പേര് വന്ന് ചേരുകയാണ്. സിനിമാ മോഹികളായിട്ടുള്ളവർ കുറേ പേര് വരുന്നു. ടീം അമ്പലം മുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഫോം ആവുന്നു. ഞങ്ങൾ നാടകം കളിക്കുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, നാടക യാത്ര ചെയ്യുന്നു. ആ നാടക യാത്രയെ ബന്ധപ്പെടുത്തി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നു. അത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിലൊക്കെ പ്രൈസ് അടിക്കുന്നു. അതിൻ്റെ തന്നെ സംവിധായകൻ വിനേഷ്, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്നു, അതിനെ വലുതാക്കുന്നു, അത് സിനിമയായി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. കുറേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ഈ ഒരു ജേണിയിൽ ആദ്യം തൊട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇതിനകത്തൊരു ഒരു നല്ല ക്യാരക്ടർ ഞാനിപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ചെയ്ത ക്യാരക്ടർ ആദ്യം അതാണ് അജിച്ചേട്ടൻ്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്നത്. ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആദ്യം അജിച്ചേട്ടന് വേണ്ടി പറയുന്നത്. പക്ഷെ അന്നതൊരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആയിരുന്നു. അതിന് മാറി ഇപ്പം കുട്ടികൾ ആണ്, അല്ലെങ്കിൽ അധ്യാപകൻ വേറൊരു മെയിൻ റോളായി. അപ്പം അത് അജിച്ചേട്ടനിലേക്ക് പോയി ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഏറ്റവും എന്താ പറയുക, ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് അത്. അമ്പലമുക്കുട്ടിയും വിനീഷ് വിശ്വനാഥ്, ഈ പറയുന്ന മുരളി, കൈലാഷ്, ആനന്ദ് എന്ന് പറയുന്ന എഴുത്തുകാർ, ഇവർ മാത്രമല്ല, അനൂപ്, ഇതിൻ്റെ ബാക്കിലുള്ള അനൂപായാലും ജയഹരി ആയാലും ടെക്നീഷ്യൻസ് എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും, ശരൺ, എല്ലാവരും നമ്മൾ റൂമിലെ സ്ഥിരം അന്തേവാസികൾ. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടുറങ്ങി വളർന്ന് അങ്ങനത്തെ എല്ലാവരുടെയും ഒരു സിനിമ പുറത്തേക്ക് വരുന്നതിൻ്റെ സന്തോഷമാണ് ഏറ്റവും കൂടുതലുള്ളത്. എൻ്റെ ക്യാരക്ടറിനേക്ക് അപ്പുറത്ത് ഈ സിനിമ അങ്ങനെ വരുന്നതന്നെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള കുട്ടികളായാലും, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് വന്ന സാമായാലും, കുട്ടികളൊക്കെ ഈ സിനിമയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് സിനിമകളിൽ ഒരു അഭിനയിച്ചു. ഇപ്പോൾ അജയൻ്റെ 2ാം മോഷണത്തിൽ ടൊവിനോടെ കുട്ടിക്കാലം അവതരിപ്പിച്ചതാണ് ഇതിലെ ശ്രീകുട്ടൻ. ദർശനായാലും ശ്രീരംഗ, കുറേ പേര് ഈ പറയുന്ന ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഇതിന് ശേഷം മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കുന്നു, പോർത്തൊഴിലിൽ അഭിനയിക്കുന്നു. ഇവരൊക്കെ ഭയങ്കര നല്ല നല്ല ആക്ടേഴ്സായി മാറി. അതിനു മുമ്പ് അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സിനിമയായിരുന്നു എന്ന് ഇനി പറയാൻ പറ്റണം. അത്തരത്തിലൊരു മികച്ച സിനിമയായിരിക്കും കണ്ടെത്തിയതാണ്. അതെ, നമ്മൾ കണ്ടെത്തി അവരെ, നമ്മളല്ലെങ്കിൽ വേറെ ആള്. അമ്പലമുക്ക് ടീം അമ്പലമുക്ക്, ട്രിവാൻഡ്രത്ത് അമ്പലമുക്കാണ്. അതെ അതെ, ട്രിവാൻഡ്രത്ത് അമ്പലമുക്കിലാണ് ഞങ്ങളെ വീടുണ്ടായിരുന്നു. ഇപ്പൊ ശാസ്താമംഗലത്താണ് താമസമെങ്കിലും അങ്ങനെ ഒരു സംഭവമായിരുന്നു. നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ അവര് കണ്ടെത്തപ്പെട്ടേനെ. പക്ഷെ ആ ഒരു 15 ദിവസം ഇവർക്ക് കൊടുത്തൊരു ക്യാമ്പുണ്ട്, സാമു കൊടുത്തൊരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് ഇവർക്ക് ഉണ്ടായി വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാനൊരു നാടകക്കാരനാണ് ബേസിക്കലി. അപ്പം നാടകം എങ്ങനെയാണ് ഈ കുട്ടികളെ മാറ്റുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അത് മാറി നമ്മൾ ഈ സെറ്റിൽ വരുന്നു. ഇപ്പം നേരത്തെ അജിച്ചേട്ടൻ പറഞ്ഞതുപോലെ 5-6 പേര് കൂടെ നിന്നിട്ട് അജിച്ചേട്ടൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പറയുമ്പോഴും വിനീഷിന് കൃത്യമായിട്ടുള്ളൊരു വിഷനുണ്ട്. ഈ വിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരേ വിഷനായിരിക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ് പറയേണ്ടതെന്ന് ചെയ്യേണ്ടത്. ഇപ്പോൾ ജോണി ചേട്ടനായാലും സൈച്ചേട്ടനായാലും ഒക്കെ മുരളി എന്ന് ഒരെണ്ണം പറയുമ്പോഴും, അല്ലെങ്കിൽ കൈലാഷ് എന്ന് എഡിറ്ററും കൂടിയാണ്, കൈലാഷ് ഇതിൻ്റെ പടത്തിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ കൈലാഷ് പറയുമ്പോഴൊക്കെ ഇതെല്ലാം സംവിധായകൻ്റെ വിഷൻ, അത് നമ്മുടെ കളക്റ്റീവായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വിഷൻ, ഒറ്റ പരിപാടിയിലേക്ക് ഇതെല്ലാം അവസാനം വന്ന് ചേർന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതിൻ്റെ ക്യാമറാമാൻ അനൂപായിരുന്നു, പേരില്ലൂർ പ്രീമിയർ ലീഗിൻ്റെ ക്യാമറമാൻ. അപ്പം പേരില്ലൂർ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ അനൂപിനോട് ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ഓക്കെ അല്ലേ, കാര്യം ആ ഒരു വിശ്വാസം അനൂപിന് എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ അനൂപിൻ്റെ വേറൊരു സിനിമ ചെയ്യുമ്പോഴും എനിക്കത് ആ കോൺഫിഡൻസ് അയാളിൽ നിന്ന് കിട്ടുന്നുണ്ട്.